ഓടക്കുഴൽ കിട്ടി. ശ്രുതി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള ബിനിച്ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഓടക്കുഴലിൻ്റെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ രീതി തന്നെയാണ്. സാധാരണ നമ്മൾ ഇത് ദ്വാരം ഇടുന്നതിന് കത്തിക്കും, അങ്ങനെ കരിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇത് ഡ്രില്ല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ചിട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഹൈ റിസ്ക്കാണ്. അതൊരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മുടെ വിരലിൻ്റെ അനുസരിച്ചിട്ട് തന്നെ ഹോൾ അറേഞ്ച് ചെയ്യും, ശ്രുതിയും കൃത്യമായിട്ട് ആക്കി തരും. സാധാരണ ഓടക്കുഴലിലെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്, അകലമെല്ലാം. അതിനനുസരിച്ച് നമ്മുടെ വിരലുകളെല്ലാം റെഡിയാക്കി വെക്കണം. ഇത് നന്നായി ഓടക്കുഴൽ വായിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് സുഖമായിട്ട് പിടിക്കുന്ന രീതിയിൽ എത്ര അകലത്തിൽ വയ്ക്കാൻ പറ്റുമോ വിരലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിനനുസരിച്ച് ശ്രുതി ഒപ്പിച്ച് തരും. അദ്ദേഹത്തിൻ്റെ ഒരു ഓടക്കുഴലാണ്. ഒരു ഗാനം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാടുകയാണ്. പഴയകാലത്തെ നമ്മുടെ ദിവ്യമായ ഒരു നാദമാണ് ജയചന്ദ്രൻ. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസകൾ.